صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ തങ്ങളെ കൂടെ ഖദീജ ഉമ്മയുടെ പണിക്കാരനാകുന്ന വേലക്കാരനാകുന്ന മൈസറത്തും കച്ചവടത്തിലേക്ക് ഷാമിലേക്ക് പോയ വിവരമാണ് പറഞ്ഞത്. അങ്ങനെ ഷാമിലെത്തി ബസ്ര പട്ടണത്തിൽ ഖദീജ ഉമ്മയുടെ ചരക്കുമായിട്ട് അവരെന്താ എത്തി. ബസ്ര പട്ടണം അല്ലെങ്കിൽ അതൊരു മാർക്കറ്റാണ്, ബിസിനസ് നടക്കുന്ന കച്ചവടം ചെയ്യുന്ന മാർക്കറ്റാണ്. അങ്ങനെ ഖദീജ ഉമ്മയുടെ ചരക്കുമായിട്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മൈസറത്തും അവിടെ എത്തി. അങ്ങനെ ആരോ ഒരാൾ വന്നിട്ട് ആ ചരക്കിനൊക്കെ എന്താക്കി ബല പറഞ്ഞു, ഇത്ര ബല പറഞ്ഞു. ആ ബല പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാത്തയെയും ഉസ്സനെയും മുന്നിൽ നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ലാത്ത ഉസ്സ ചെയ്യില്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ഒരു ബിംബത്തിന്റെ പേരാണ്. ഞങ്ങളുടെ ഗണപതി സീത്ത ഓർക്കുന്നില്ല രാമാഞ്ചലിട്ട്. അതേപോലെ മക്ക ഖുറൈശികൾ ആരാധിച്ചിരുന്ന ലാത്ത ഉസ്സ ചെന്ന ഒരു ബിംബത്തിന്റെ പേരാണ്. ഇതിനെ സത്യം ചെയ്യുന്നു ആ വന്ന കച്ചവടം ചെയ്യുന്ന ആ സാധനം മേങ്ങുന്ന ആൾ പറഞ്ഞു. അപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ഹലഫ്തു ബിഹിമാ ഖത്തു. അയാൾ പറഞ്ഞത് നിങ്ങൾ സത്യം ചെയ്യണം. വല്ലാഹി അള്ളാഹു തന്നെ നല്ല ചരക്കാണ്. അത് ചെല്ലും പോലെ ലാത്തനെയും ഉസ്സനെയും കൂടി സത്യം ചെയ്യണം ഈ ചരക്കിനെ കുറിച്ചിട്ട്. അപ്പൊ ഹബീബായ മുത്തുനബി പറഞ്ഞു, മാ ഹലഫ്തു ബിഹിമാ ഖത്തു. ഞാൻ ഒരിക്കലും സത്യം ചെയ്യൂല. ലാത്തനെയും ഉസ്സനെ കുറിച്ച് ഇതാക്കിയിട്ട് എന്താക്കാൻ ഞാൻ സത്യം ചെയ്യല. ലാത്തനെ തന്നെയാണ് സത്യം, ഉസ്സനെ തന്നെയാണ് സത്യം, ഞാൻ സത്യം ചെയ്യൂല. അപ്പൊ ഈ വന്ന ആൾക്ക് ഒരു ഡൗട്ട്, ഇതെന്താണ്? സാധാരണ മക്കാർ ലാത്തനെയും ഉസ്സനെയും പിടിച്ചിട്ടാണ് സത്യം ചെയ്യല്. അതേ സമയത്ത് ഈ വന്ന ആള് പറയുന്നു, മാ ഹലഫ്തു ബിഹിമാ ഖത്തു. ഞാൻ ഒരിക്കലും ലാത്തനെയും ഉസ്സനെയും പിടിച്ച് സത്യം ചെയ്യൂല എന്ന് പറയുന്നു. അപ്പോൾ അയാൾക്കൊരു ഡൗട്ട്, അയാൾക്ക് എന്തോ ഇത് സാധാരണ ഒരാളല്ല. ഇങ്ങനെ പറയണമെങ്കിൽ മക്കാർ ഇതേ പറയുന്നത്. പക്ഷെ മക്കാരനായിട്ടും ഇദ്ദേഹം ഇങ്ങനെ സത്യം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശരീരവും ആ മുഖവും റസൂലുള്ളാഹിന്റെ കണ്ണും റസൂലുള്ളാഹിന്റെ ആ ശരീരത്തിനെ കുറിച്ചിട്ടും റസൂലുള്ളാഹിന്റെ ആ പ്രകൃതിനെ കുറിച്ചിട്ടും റസൂലുള്ളാഹിന്റെ ഈ വാക്കിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത് ഞങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ച ആ മക്കയിൽ ജനിച്ച ഒരു നബിയുണ്ട്, അവസാനത്തെ നബി. ആ നബി എന്ന ആണെന്ന് മനസ്സിലാവുകയും അങ്ങനെ മൈസറിനെ മല്ല വിളിച്ചു. മൈസറിലെ ആര്? ഖദീജ ഉമ്മ കടത്തിയ റസൂലുള്ളാഹിനെ കൂടെ മല്ല വിളിച്ചിട്ട് പറഞ്ഞ്, ഇത് സാധാരണ ആളല്ല, ഇത് നബിയാണ്. അൽ ഖൗലുക ഖൗലുക്. അയാൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞ കാര്യമാണ് സത്യം. നിങ്ങൾ പറഞ്ഞ പഴക്കൊണ്ട് ലാത്തനും ഉസ്സനും സത്യം ചെയ്യൂല, ഇതാണ് സത്യം. അൽ ഖൗലു ഖൗലുക, നിങ്ങളെ ഒരു വാക്കാണ് സത്യം. എന്നിട്ട് യാ മൈസറിനെ മല്ല വിളിച്ച് പറഞ്ഞു, ഹാദാ നബിയുൻ വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹു ലഹുവ തജിദുഹു അഹ്ബാറുനാ മൻഊതൻ ഫീ കുതുബിഹിം. രഹസ്യമായിട്ട് മുത്തുനബിക്ക് കേൾക്കാത്ത പോലെ മൈസറിനെ വിളിച്ചു പറഞ്ഞു, യാ മൈസറ, ഇദ്ദേഹം ഒരു നബിയാണ്. ഇദ്ദേഹം ഒരു നബിയാണ്, സാധാരണ ഒരാളല്ല. എൻ്റെ അധികാരം, എൻ്റെ കാര്യം ആരാണോ ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഞങ്ങളെ പണ്ഡിതന്മാർ, അയാൾ പറയുന്നു, ഞങ്ങളെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ പുരോഹിതന്മാർ അവരുടെ വേദഗ്രന്ഥത്തിൽ അവർ കണ്ടെത്തിയ വിശേഷങ്ങൾ മനസ്സിലാക്കിയ നമുക്ക് പറഞ്ഞു തന്ന ആ വിശേഷങ്ങളെല്ലാം ആ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ ഹാദാ നബിയുൻ, ഇത് നബിയാണ് എന്ന് മൈസറിനോട് രഹസ്യമായിട്ട് പറഞ്ഞു. മൈസറത്ത് അതും സൂക്ഷിച്ചു വെച്ചു. വരുന്ന ബൈക്ക് എന്ത് വേറെ അത്ഭുതം കണ്ടിരുന്നാൽ അത് പറഞ്ഞല്ലേ, ഒരു മരത്തിന് തണലിട്ട വിഷയം അതും മനസ്സിലായി. എല്ലാം ഹൃദയത്തിൽ മൈസറന്നാക്കി മനസ്സിലാക്കി വെച്ചു.
അപ്പൊ നമുക്കിവിടെ മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സത്യസന്ധത, കച്ചവടത്തിൽ ലാത്തനെയും ഉസ്ദിനെയും സത്യം ചെയ്യണം പറയുമ്പോൾ ഇല്ല, അങ്ങനത്തെ ഒരു സത്യമില്ല, ഞാൻ അതുകൊണ്ട് സത്യം ചെയ്യൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതേപോലെ ബസ്രയിൽ ആ ടൗണിൽ എത്തിയപ്പോൾ ആ ബാല്യക്കാരനക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ നിലക്കും റസൂലുള്ളാഹിന്റെ നബിയാകുന്നതിന് മുമ്പ് തന്നെ ലോകത്തുള്ള എല്ലാവരും റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആ മൈസറിനോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ യാത്ര എന്തായി, നല്ല ചൂട്, യാത്ര ചെയ്യില്ലെങ്കിൽ ആ സമയത്ത് നല്ലോണം ചൂടും ചൂട് യാറായിക്കൊണ്ട് വന്നിട്ട് ചൂട് കോടിയാവില്ല, ഓരോ നാളാകുമ്പത്ത് ചൂട് യാറ മക്കത്തെ മദിനത്ത് ചൂട് ഗൊന്താവും, പണ്ടത്തെ അവസ്ഥ അങ്ങനെ ഇരിക്കും ചിരിക്കുന്നു. അങ്ങനെ വെച്ച് യാറാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിൻ്റെ മേലെ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് മലക്കുകൾ വന്നിട്ട് ആ ഒട്ടകത്തിന് മേലെ വെച്ചിട്ടുള്ളോ ഇരുന്നിട്ടുള്ളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുക്കുക, സെക്ക കിട്ടാത്തതുപോലെ, സെക്ക എത്താത്തതുപോലെ. അത് കുട്ടിക്കാലത്ത് തന്നെ ത്വായിഫിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ കിടാവിരിക്കും തന്നെ റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുത്ത സംഭവം. അങ്ങനെ ഒട്ടകത്തിൻ്റെ മേലിരുന്ന റസൂലുള്ളാഹിക്ക് രണ്ട് മലായിക്കങ്ങൾ വന്നിട്ട് തണലിട്ട് കൊടുക്കുകയാണ്. ഇതും മൈസർ അത്രത്തോളം റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളാണ്, യാത്രയിൽ മനസ്സിലായി. ആ രണ്ട് മലായിക്കങ്ങൾ ഇങ്ങനെ തണലിട്ട് കാണുമ്പോൾ ഇയാൾ പരിപൂർണമായിട്ടും റസൂലുള്ളാഹിനെ കീഴടങ്ങിപ്പോയി. പിന്നെ ഒരു പണിക്കാരനെ പോലെ, ഒരു സേവകനെ പോലെ എന്തായി മൈസർ റസൂലുള്ളാഹിനെ ഇതെന്താക്കി ഖിദ്മത്ത് ചെയ്യാൻ തുടങ്ങി. അതുവരേക്കും മൈസറാണ് മെയിനാള്, കാരണം മൈസറിൻ്റെ കച്ചവടത്തിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതും കൂടി കണ്ടപ്പോൾ മൈസറിനേക്ക് മനസ്സിലായി കൂടെയുള്ള ആൾ സാധാരണ ആളൊന്നുമല്ല. കച്ചവടമാണെങ്കിലും ലാഭമാണെങ്കിലോ മുമ്പത്തിനേക്കാൾ ഡബിൾ, മുമ്പത്തെ അതേ അത്രമേ ചരക്ക് കൊണ്ടുവന്നത് ലാഭങ്ങൾ ഇരട്ടി എന്തായി കിട്ടിയിട്ടുണ്ട്. അതും ഒരു അത്ഭുതമാണ്. ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഒരു കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായിട്ട് തിരിച്ചു വരികയാണ്. മൈസറെല്ലാം ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ ഈ മൈസറിനാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കച്ചവടം എല്ലാം ചെയ്ത് തിരിച്ച് മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ അത്ഭുതങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. എല്ലാം ഇവിടെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുമ്പോൾ രണ്ട് മലായിക്കകൾ തണലിട്ട് കൊടുക്കുന്ന ആ സംഭവം ഇവിടെ പറഞ്ഞു. മൈസറിനും മനസ്സിലായി ഇത് സാധാരണ ആളല്ല. മൈസറും റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനും ആദരിക്കാനും റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാനും തുടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് എത്തി. ഇൻഷാ അല്ലാഹ് ആ വരുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പറയാം. ഇനി റസൂലുള്ളാഹിന്റെ ജീവിതം മറ്റൊരു ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകദേശം 25 വയസ്സുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സുണ്ട്. ഒന്ന് 12ാമത്തെ വയസ്സിലല്ലേ പ്രശ്നയാത്ര. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 20ാമത്തെ വയസ്സിലുള്ള യാത്ര അബൂബക്കർ സിദ്ദീഖിനെ കൂടെ. മൂന്നാമത്തെ യാത്ര മൈസറിനെ കൂടെ ഏകദേശം ആ സമയത്ത് 25 വയസ്സുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു. ഖദീജ ഉമ്മക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കണോ. ഖദീജ ഉമ്മ ഇതിനെക്കാട്ടി മുമ്പ് 2 മംഗലായിട്ടുണ്ട്, 2 ഭർത്താക്കന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, മംഗലായിട്ടുണ്ട്. ആ 2 ഭർത്താക്കന്മാരും മരിച്ചു പോയിട്ടുണ്ട്. വിധവയായ പെണ്ണാണ്. മക്കത്താണെങ്കിൽ വലിയ കോടീശ്വരത്വം കൂടിയാണ്. ഒരുപാട് പണക്കാർ ഖദീജ ഉമ്മനെ മംഗലാകാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരെയും ഖദീജ ഉമ്മ മുന്നിൽ സ്വീകരിച്ചിട്ടില്ല. അതേസമയത്ത് ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ മംഗലാകാൻ വേണ്ടി ആഗ്രഹിച്ചു.
അങ്ങനെ ആഗ്രഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് മൈസർ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയെ മങ്ങിലാകാൻ ആഗ്രഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒന്നുമില്ല, മിസ്കീനായ ആളല്ലേ, യതീമാണ്, മിസ്കീനാണ്, വളരെ പാവപ്പെട്ട ആളാണ്. അതേ സമയത്ത് ഖദീജ ഉമ്മയാണെങ്കിൽ മക്കയിൽ വെച്ച് ഏറ്റവും നമ്പർ 1 പണക്കാരത്തെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അത്രയും എന്തുകൊണ്ട് ഹബീബായ മുത്തുനബി ഫഖീറും മിസ്കീനാണ്. അതേ സമയത്ത് ഖദീജ ഉമ്മ വലിയ കോടീശ്വരത്തിയാണ്. എങ്ങനെയാണ് ഖദീജ ഉമ്മ ഈ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങിലാകാൻ താല്പര്യപ്പെട്ടത്? അതാണ് ചരിത്രം പറയുന്നത്. അതായത് കച്ചവട സംഘവുമായിട്ട് കച്ചവടം ചെയ്തിട്ട് മക്കയിലേക്ക് വരുന്നു. ആ വരുന്ന സമയത്ത് അങ്ങനെ മക്കയിലേക്ക് എത്തിയിട്ടില്ല. മക്കയിലേക്ക് എത്താനാകുമ്പോൾ ഖദീജ ഉമ്മ ഇങ്ങനെ കാത്തോണ്ടുണ്ട്. കാരണം ഖദീജ ഉമ്മൻ്റെ ചരക്കുമായിട്ട് ഓറ് മാത്രമല്ല പോയത്, മൈസറും മുത്തുനബിയല്ല വേറെ ആൾമാർ ബിസിനസ് ആക്കാൻ വേണ്ടി ഖദീജ ഉമ്മൻ്റെ ചരക്കുമായിട്ട് ഷാമിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഖദീജ ഉമ്മ കാത്തോണ്ടുണ്ട്. കച്ചവട സംഘക്കാർ തിരിച്ചു വരാനുള്ള സമയമായി. അങ്ങനെ പുരയിൽ കാത്തോണ്ടുണ്ട്. പുരൻ്റെ മേൽഭാഗത്ത് കയറിയിട്ട് കച്ചവട സംഘക്കാർ ഇങ്ങനെ വരുന്നത് കാത്തോണ്ടുണ്ട്. അങ്ങനെ മക്കയിലേക്ക് എത്താനാകുമ്പോൾ മൈസർ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, നബി എന്നല്ല മുഹമ്മദ് എന്ന പേരാണ്, അന്ന് നബി ആയിട്ടല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിൽ എല്ലാരെക്കാട്ടും മുന്നുള്ളതാക്കണോ ഖദീജ ഉമ്മനടുത്തേക്ക് പോകണം. മൈസർ പറഞ്ഞ് എല്ലാരെക്കാട്ടും മുന്നോളൂ, നിങ്ങൾ എന്താക്കണം, മക്കയിലേക്ക് ഖദീജ ഉമ്മൻ്റെ അടുത്തേക്ക് പോകണം. കാരണം പല സംഘക്കാരും ഖദീജ ഉമ്മൻ്റെ ചരക്കുമായിട്ട് പോയിട്ടുണ്ട്. പോയിട്ട് ഖദീജ ഉമ്മയോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് സന്തോഷ വാർത്ത? നല്ല ലാഭമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ബിസിനസ്സിൽ കിട്ടിയത്. ഈ വട്ട ചരക്ക് കൊണ്ട് ബാണിയാക്കിയിട്ട് എല്ലാരെക്കാട്ടും ഡബിളല്ല, അതിനെക്കാട്ടി അപ്പുറം ലാഭമാണ് കിട്ടിയത്. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എന്താക്കണം, ഇത് ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ട് ഏറ്റവും സ്പീഡായിട്ട് എല്ലാരെക്കാട്ടും മുമ്പിൽ നീ എന്താക്കണം, മക്കത്ത് പോയിട്ട് ഖദീജ ഉമ്മയോട് പറയുന്നു. അങ്ങനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ഖദീജ ഉമ്മയുടെ വീട്ടിലേക്ക് മക്കയിലേക്ക് എത്തുമ്പോൾ ഖദീജ ഉമ്മ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് ഒട്ടകത്തിൻ്റെ മേലെ റസൂലുള്ളാഹി സഞ്ചരിച്ച് ആ പുരയിലേക്ക് ഒന്ന് കണ്ടുകൊണ്ട് ആ കാണുന്ന സമയത്ത് ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. ഖദീജ ഉമ്മ മൈസർ ഒരുപാട് പിന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ആ എത്തുന്നതിക്ക് മുമ്പ് തന്നെ ഖദീജ ഉമ്മനെ 2 കണ്ണുകൊണ്ട് ഒരു അത്ഭുതം കണ്ടു. ഇൻഷാ അല്ലാഹ് അത് എന്താണ് നാളത്തെ ക്ലാസ് പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസ് നീ ഖബൂലാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസ് നീ ഖബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഇത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഇത് കാരണം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനേ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ചീത്തയായ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ നീ ദൂരീകരിക്കണം അല്ലാഹുവേ ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന പണിയിലും പാണീയത്തിലും ഞങ്ങളെല്ലാ പ്രവർത്തനത്തിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ ധാരാളം തരണം അല്ലാഹ്. മരിക്കുന്ന കാലം വരെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ പറഞ്ഞും കേട്ടും പഠിപ്പിച്ചു കൊടുത്തും ആ നിലക്ക് മരിക്കുന്ന കാലം വരെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് മുത്തുനബിൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മദ്ഹുകൾ പറയാനും കേൾക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മരിച്ചു പോയ ഞങ്ങളുടെ ഉമ്മവാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബർ ജീവിതം സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മവാപ്പക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. നീ തുണയാകണം അല്ലാ. എല്ലാ ആഫത്ത് ബലാ മുസീബത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഫത്താനുകൾക്കുള്ള ഫിത്നയിൽ നിന്ന്, ഹാസിദീങ്ങളെ ചതിയിൽ നിന്ന്, സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ആഇനീങ്ങളെ കണ്ണേറുകളിൽ നിന്ന്, ളാലിമീങ്ങളെ അക്രമത്തിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെ കാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم.